സൗദിക്ക് നേരെ വീണ്ടും ആക്രമണം. ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്ക് മുന്നറിയിപ്പുമായി കുവൈറ്റ് രംഗത്ത്. സൗദിയെ തൊട്ടാൽ ഗൾഫിനെ തൊട്ടതുപോലെ അതിന് തുല്യമെന്നും മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാവുന്നതിനിടയിലാണ് ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് നേരെ ഉണ്ടായ പുതിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് കുവൈറ്റ് രംഗത്ത് വരുന്നത്. ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ നടത്തിയ ആക്രമണം സൗദി അറേബ്യയുടെ പരമാധികാരത്തിനും ഭൂപ്രദേശിക അഖണ്ഡതയ്ക്കും എതിരായ നഗ്നമായ ലംഘനമാണ് എന്നതാണ് ഇപ്പോൾ കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. സൗദി അറേബ്യയുടെ സുരക്ഷ കുവൈറ്റിന്റെയും മുഴുവൻ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെയും സുരക്ഷയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന ശക്തമായ സന്ദേശവും കുവൈറ്റ് ലോകത്തിന് അതായത് ഇത്തരത്തിലുള്ള സന്ദേശം ഇപ്പോൾ കുവൈറ്റ് ആകട്ടെ ലോകത്തിന് മുന്നിലേക്ക് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല സൗദിയുടെ സുരക്ഷയ്ക്കായി തന്നെ രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഇവർ ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലെയും റിയാദിലെയും തന്ത്രപ്രധാനമായ പെട്രോളിയം കേന്ദ്രങ്ങളെയാണ് ഡ്രോണുകൾ ലക്ഷ്യമിട്ടത്. എന്നാൽ സൗദിയുടെ വ്യോമ പ്രതിരോധ സംവിധാനം എല്ലാ ഡ്രോണുകളെയും വിജയകരമായി തന്നെ തടഞ്ഞതായും റിയാദ് അറിയിച്ചിട്ടുണ്ട്. എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണമായതിനാൽ തന്നെ അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിലും സുരക്ഷാ മേഖലയിലും ഇത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇറാൻ അനുകൂല സായുധ സംഘടനയുടെ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കുന്ന സാഹചര്യത്തിൽ സൗദിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന സന്ദേശമാണ് കുവൈറ്റിന്റെ പ്രതികരണം ഇവിടെ നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നതിനിടയിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പരസ്പരം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രകടനം നടത്തിയിരിക്കുന്നത്. അതിനിടെ തന്നെ ആക്രമണങ്ങൾ തിരിച്ചടിയായി തന്നെ കഴിഞ്ഞ ദിവസം പുലർച്ചെ തന്നെ ഇറാഖിലെ സായുധ സംഘടനയുടെ ആ ഒരു കേന്ദ്രങ്ങൾക്ക് നേരെ സൗദി അമേരിക്കൻ സൈന്യങ്ങൾ അവിടെ പ്രത്യാക്രമണം നടത്തിയതായി തന്നെയാണ് സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൗദിയുടെ സുരക്ഷ ഗൾഫിന്റെ സുരക്ഷയാണ് എന്ന സന്ദേശം വീണ്ടും ആവർത്തിച്ച് കുവൈറ്റ് ആകട്ടെ സൗദി സ്വീകരിക്കുന്ന എല്ലാ പ്രതിരോധ നടപടികൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഗൾഫ് സഹകരണ കൗൺസിൽ അതേപോലെ തന്നെ GCC രാജ്യങ്ങളിലടക്കം തന്നെ പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കേണ്ട സാഹചര്യം ഇവിടെ വിലയിരുത്തുന്നുണ്ട്. ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണ ഉൽപാദന സംഭരണ കേന്ദ്രങ്ങളും റിയാദിന് സമീപമുള്ള തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുമായിരുന്നു. എന്നാൽ സൗദി വ്യോമ പ്രതിരോധ സേന എല്ലാ ഡ്രോണുകളും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും മുൻപ് തകർത്തതായി തന്നെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല വൻ നാശനഷ്ടങ്ങൾ ഒഴിവാക്കിയെങ്കിലും ഈ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ ഊർജ്ജ സുരക്ഷയെ വീണ്ടും ചോദ്യചിഹ്നമായി തന്നെ ഉയർത്തുകയും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരിൽ ഒരാളായി തന്നെ കണക്കാക്കപ്പെടുന്ന സൗദി അറേബ്യ ആകട്ടെ അതിനാൽ തന്നെ ഇവിടുത്തെ എണ്ണ സൗകര്യങ്ങൾക്ക് നേരെ ലക്ഷ്യമിടുന്ന ഓരോ ആക്രമണവും അതിന് വലിയ വില തന്നെ നൽകേണ്ടി വരുമെന്ന ഒരു ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇവർ ഇവിടെ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.